നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. രാസലഹരിയുമായി വധശ്രമ കേസിലെ പ്രതിയും യുവതിയും തളിക്കുളത്ത് പിടിയിൽ. രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി നോക്കാം. മാരക മയക്കുമരുന്നായ MDMAയുമായി വധശ്രമ കേസിലെ പ്രതിയും യുവതിയും പിടിയിലായി. എടത്തിരുത്തി കൊല്ലാറ അഖിൽ, പെരിഞ്ഞനം വലിയകത്ത് ഫസീല എന്നിവരെയാണ് തളിക്കുളത്തെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് പിടികൂടിയത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ DYSP BK രാജു, വാടനപ്പള്ളി SHO NB ഷൈജു, വലപ്പാട് SI CN എബിൻ, PU ഉണ്ണി, ഡാൻസ് ഓഫ് അംഗങ്ങളായ SI CR പ്രദീപ്, ASI ലിജു ഇയാനി, SCPO CK ബിജു, സുർജിത്ത് സാഗർ, അനൂപ്, സിജി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ മാതാവിന്റെയും സെന്റ് വിൻസെന്റ് ഡി പോളിന്റെയും മാലാഖമാരുടെയും തിരുനാൾ ആചരിച്ചു. ആഘോഷമായ കുർബാന, ലതീഞ്ഞ്, നൊവേന, നേർച്ച ഊട്ട് എന്നിവയുമുണ്ടായിരുന്നു. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നമ്പിള്ളിയും നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ഐനിക്കൽ ഡേവിസ്, ചേരമാൻ തുരുത്തി ജോഫി, കുരുതുകുളങ്ങര ദാസ്, PRO നിഞ്ചോ വാലിക്കുടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെന്നാരോപിച്ച് എടത്തിരുത്തി, ചന്ദ്രാപിന്നി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കുറ്റപത്ര വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ചാമക്കാല മൂന്നുംകൂടിയ സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, വൈസ് പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, സെക്രട്ടറിമാരായ TN നസീമുദ്ദീൻ, KK അൻവർ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൈല മജീദ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരിദാസ് കൊച്ചിക്കാട്ട്, ജാഥ ക്യാപ്റ്റൻ സജയ് വയനപ്പള്ളി, വൈസ് ക്യാപ്റ്റൻ KK രാജേന്ദ്രൻ, കോർഡിനേറ്റർ PM സലീം എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് എന്തുകൊണ്ടാണ് ഇപ്പോഴും വികസനമില്ലാത്ത ദുർബലമായ ഒരു സ്ഥലമായി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൃത്യമായും ഒരു ദിശാബോധം ഉണ്ടാകണം. ദിശാബോധം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൊടുക്കുന്ന പദ്ധതി പണങ്ങൾ സമയബന്ധിതമായി ചെലവഴിക്കാനും അതിനൊരു ദീർഘവീക്ഷണാടിസ്ഥാനത്തിൽ അതിന് ആവിഷ്കരിക്കാനും കഴിയണം. ഈ 2 കാര്യത്തിലും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 20 വർഷമായി പരാജയമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഈ 5 വർഷം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിനെ പരിപൂർണമായും പിന്നോട്ട് കൊണ്ടുപോയി. മണലൂർ ഈസ്റ്റ് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സെന്റ് ഇഗ്നേഷ്യസ് കോൺഫറൻസ് ആൻഡ് സെന്റ് മറിയം ത്രേസ്യ കോൺഫറൻസ് 77ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ ഉദ്ഘാടനം ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ അവസാനം അവരുടെ ഒരു രോദനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു അപേക്ഷ, അതായത് ഞങ്ങൾക്ക് ആൾദാരിദ്ര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സംഘടനയിലേക്ക്, ഈ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. കോൺഫറൻസ് പ്രസിഡന്റ് ബ്രദർ PK വർഗീസ് അധ്യക്ഷനായി. ഓറ ചിറ്റിശ്ശേരി ഡയറക്ടർ സിസ്റ്റർ ജിസ് തേരസ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ സെമിനാർ നയിച്ചു. കണ്ടശങ്കടവ് ഏരിയ കൗൺസിൽ പ്രസിഡന്റ് സിസ്റ്റർ മരിയ ജെനി വിദ്യാഭ്യാസ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ഫാദർ ജോൺ അയ്യങ്കാറയിൽ, OD സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. പറയുമ്പോഴും ചെയ്യുമ്പോഴും നമുക്കൂടെ ബോധമാക്കി പത്താന ശേഷം എന്നാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ നമ്മളുള്ളിൽ അത് കത്തി നിൽക്കും, ഇപ്പോഴും നിൽക്കും. അത് നമുക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല. അവർക്ക് ഒരുപാട് നിങ്ങളുടെ പ്രായമായെന്നൊക്കെ എനിക്കറിയാം. അവർ നോക്കണില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും ഒന്ന് പറയാനില്ല. എങ്കിലും കൊച്ചുമക്കളുടെ കാര്യത്തിലാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോൾ മക്കളെ വളർത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് നന്നായിട്ട് ശ്രദ്ധിക്കും. ഇല്ല, പിന്നെ നമ്മുടെ ഇടവകളിൽ പല സംഘടനകളൊക്കെ അല്ലേ.
ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനക്കളരി ആരംഭിച്ചു. 92 ക്ലാസ്മേറ്റ്സ് പ്രസിഡന്റ് OK പ്രൈസൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളായ 92 ക്ലാസ്മേറ്റ്സ് ബാച്ച് പത്രങ്ങൾ സ്പോൺസർ ചെയ്തു. ഹെഡ്മിസ്റ്റേഴ്സ് CS ഷൈനി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK ഷിനോദ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. EG ജിത, PJ ജൂലി, അധ്യാപകരായ സായൂജ് ചുങ്കത്ത്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. SKSSF തൃത്തല്ലൂർ വെസ്റ്റ് യൂണിറ്റ് സഹചാരി സെന്ററിന്റെ 9ാം വാർഷികത്തിന്റെ ഭാഗമായി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഗ്ലൗസുകൾ നൽകി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ സബിത്ത്, ഷൈജ ഉദയകുമാർ, സന്തോഷ് പണിക്കശ്ശേരി, BEO സീന ഉണ്ണികൃഷ്ണൻ, സഹചാരി അംഗങ്ങളായ മുഹമ്മദ് സാബിർ, ജാബിർ തൃത്തല്ലൂർ, പ്രതാപൻ വാലത്ത്, സന്തോഷ് വടക്കൂട്ട്, അഷ്റഫ്, ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഒരിടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബോട്ടണിയിൽ PhD സ്വന്തമാക്കി പാലാഴി സ്വദേശിയായ പൂജ സുരേഷ്. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം താൽക്കാലിക അധ്യാപികയും പാലാഴി വട്ടപ്പറമ്പിൽ സതിയുടെയും മകളാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ RSS നേതാവ് പ്രിന്റു മഹാദേവിനെ അറസ്റ്റ് ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. എഴുത്തിരുത്തി പുളിഞ്ചോടിൽ നടന്ന പ്രതിഷേധ മാർച്ച് DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P. മേനോൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സജയ് വൈനപ്പള്ളി, PM സലീം, KK രാജേന്ദ്രൻ, PD സജീവ്, MU ഉമറുൽ ഫാറൂഖ്, TK പ്രകാശൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, CJ പോൾസൺ, CJ ജോഷി, KK കുട്ടൻ, KV അബ്ദുൾ മജീദ്, TS ശശി, സുധാകരൻ മണപ്പാട്ട്, ES നിയാസ്, പ്രവിത ഉണ്ണികൃഷ്ണൻ, CD ലിറ്റി എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്തെ ജനങ്ങളുടെ വോട്ടവകാശ സംരക്ഷണത്തിനായി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ചോരി പ്രക്ഷോഭ പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. നേതാക്കളായ CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, CJ ജോഷി, PT രാമചന്ദ്രൻ, ദാസൻ പനയ്ക്കൽ, ശോഭന രവി, മണി ഉല്ലാസ്, PM അലി, സന്തോഷ് വടക്കേടത്ത്, KK ഗഫൂർ എന്നിവർ സംസാരിച്ചു. മതിലകം പുതിയകാവ് അൽനൂർ സെന്ററിൽ CFJ ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. എങ്ങനെ രോഗങ്ങൾ ഇല്ലാതെ ജീവിക്കാം എന്ന വിഷയത്തിൽ ആയുർവേദ പാരമ്പര്യ മർമ്മ ചികിത്സാ രംഗത്തെ വിദഗ്ധനായ PK ഉമ്മർ വൈദ്യർ ക്ലാസ് നയിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PS സീതി ആരോഗ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അൽനൂർ സെന്റർ പ്രസിഡന്റ് SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. CFJ ഹെൽത്ത് കെയർ ജനറൽ കൺവീനർ ഷംസുദ്ദീൻ വാത്തിയടുത്ത് ആമുഖ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് മുഹമ്മദ് നൌഫൽ, അൽനൂർ ജുമാ മസ്ജിദ് ഖത്തീബ് PPM ആസിഫ് ഫൈസി, അൽനൂർ സെന്റർ ജനറൽ സെക്രട്ടറി MH സിദ്ദിഖ്,
ട്രഷറർ NK നാസർ, അൽ ഹാഫിൾ മുഹമ്മദ് ആദിൽ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടത്തി. സംഘം പ്രസിഡന്റ് KT കുട്ടൻ അധ്യക്ഷനായി. 2024-25 വർഷത്തിലെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വാർഷിക ബജറ്റിന് പൊതുയോഗം അംഗീകാരം നൽകി. വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പുകൾക്ക് നൽകിയ വായ്പകളിലുണ്ടായ പുരോഗതിയും വനിതാ ഗ്രൂപ്പുകൾക്കും മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളികൾക്കും നൽകി വരുന്ന വായ്പയിലും വളർച്ചയിലും ഭരണസമിതിയെ പൊതുയോഗം അഭിനന്ദിച്ചു. വരും വർഷത്തിൽ പ്രവർത്തന മേഖല കൂടുതൽ വിപുലപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും മത്സ്യഫെഡുമായും മറ്റ് ഏജൻസികളുമായും സഹകരിച്ച് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുവാനും പൊതുയോഗം അംഗീകാരം നൽകി. സംഘം ഡയറക്ടർമാരായ CC ജയാനന്ദൻ, TV ശ്രീജിത്ത്, AP രത്നാകരൻ, അംബിക പ്രസന്നൻ, ശകുന്തള കൃഷ്ണൻ, ശീലാവതി ബാബു, സംഘം സെക്രട്ടറി PG സുഗന്ധി, ഓഫീസ് സെക്രട്ടറി CS ധന്യ എന്നിവർ സംസാരിച്ചു. ഈ ഒരു പ്രസ്ഥാനത്തിനെ ഉയർത്തുന്നതും വളർത്തുന്നതും അല്ലാതെ താഴ്ത്തുന്നതും അതിന് സഹകാരികളാണ്. ഈ സഹകാരികളെ സംബന്ധിച്ചോളം ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് മാത്രമല്ല, ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഏത് രീതിയിൽ പോകുന്നുള്ളൂ എന്നുള്ള ഒരു പരിശോധന കൂടി നടത്താനുള്ള ഒരു ആധികാരികത സംഘം മെമ്പർമാർക്കുണ്ട്. രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ ഭരിക്കുന്ന നമ്മുടെ പ്രബുദ്ധ സാംസ്കാരിക കേരളത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ വധഭീഷണി ഉണ്ടായത്. ഈ ഭീഷണി രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമുള്ള ഒരു ഭീഷണിയല്ല. ഈ ഭീഷണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേരെയുള്ള ഒരു ഭീഷണി മാത്രമല്ല. ഈ ഭീഷണി അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഭീഷണിയാണ്. ഈ ഭീഷണി അതീവ ഗൗരവകരമായ, അതീവ ഗുരുതരമായ കൊടിയ ക്രിമിനൽ കുറ്റമാണ്. ഇവിടെ ഗാന്ധി ഘാതകർ മഹാത്മാഗാന്ധിയെ വീണ്ടും വീണ്ടും വധിക്കാൻ കാണിക്കുന്ന വ്യഗ്രതയും ജാഗ്രതയും വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് നേരെയുണ്ടായ ഭീഷണിയും സൂചിപ്പിക്കുന്നത് ഗാന്ധി ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെയുടെ മാനസിക നിലയിൽ നിന്നും BJPയും RSSും ഇപ്പോഴും മാറാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. CM നൌഷാദ്, ശോഭ സുബിൻ, PS സുൽഫിക്കർ, KB രാജീവ്, MK ചന്ദ്രൻ, AN സിദ്ധപ്രസാദ്, ഗഫൂർ തളിക്കുളം, CV ഗിരി, VK മോഹനൻ, ആൻഡോ തുറയൻ, TV ഷൈൻ, രമേശ് ഐനിക്കാട്ട്, CR രാജൻ, CS മണികണ്ഠൻ, ഷീബ പ്രദീപ്, AT നയന തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടനപ്പള്ളി മേഖല തൃപ്പയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം കോതകുളം SNDP യോഗം ഹാളിൽ നടത്തി. മേഖലാ പ്രസിഡന്റ് CS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TI ഷാജഹാൻ അധ്യക്ഷനായി. സൗഹൃദ യാത്രയോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവും നടത്തി. 1ാം സമ്മാനം സിജോ, 2ാം സമ്മാനം മിഥുൻ രാമചന്ദ്രൻ, 3ാം സമ്മാനം കൃഷ്ണദാസ് എന്നിവർക്ക് ലഭിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV ജീസൻ, ജില്ലാ ജീവകാരുണ്യ കൺവീനർ ബിജു C ശങ്കുണ്ണി, ജില്ലാ കമ്മിറ്റി അംഗം ജിതേഷ് EB, ജില്ലാ നാച്ചുറൽ ക്ലബ്ബ് സബ് കോർഡിനേറ്റർ രമേശ് അനന്യ, മേഖലാ ട്രഷറർ ഫ്രെഡൻഡോ AV, മേഖലാ PRO സജി ശങ്കർ, KA ഷനൂപ്, CM സക്കീർ, ഷമീർ തൃത്തല്ലൂർ, അഷ്റഫ് സിഗ്നേച്ചർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KB ഷെരീഫ് പ്രസിഡന്റ്, സുനിൽ ന്യൂലൈൻ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി രാനീഷ് K രാമൻ, ജോയിന്റ് സെക്രട്ടറി EB ജിതേഷ്, ട്രഷറർ ഷെഫീൽ ഫന്റാസിയ എന്നിവരെ തെരഞ്ഞെടുത്തു. 41ാം വയസ്സിലേക്ക് നമ്മുടെ സംഘടന കടക്കുകയാണ്. ഈ 41 വർഷം എന്ന് പറയുമ്പോൾ വളരെ നീണ്ടൊരു വർഷമാണ്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ സംഘടനയുടെ ഒരു തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ ഈ സംഘടനയോട് കൂടി ചേർന്ന് ഇന്നും പ്രവർത്തിക്കുന്ന നമ്മുടെ മേഖലയിലെ പ്രവർത്തകനാണ് നമ്മുടെ വിൻസേട്ടൻ പഴയ കാലഘട്ടം മുതൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യക്തി. ഇന്നും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടെന്ന കാര്യം നമ്മളെ ഓർക്കണം. വിൻസേട്ടൻ ഒരു കാലത്ത് പറയാറുണ്ട്,
ഈ സംഘടനാ പ്രവർത്തനം അവരുടെ കാലഘട്ടം, അതായത് 1985 കാലഘട്ടത്തിൽ ബസ് കയറിയും ട്രെയിൻ പോയും പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങിയുമാണ് അവരുടെ പ്രവർത്തനം. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും ഓഗസ്റ്റ് മാസത്തെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന പരിപാടി USS ഗിഫ്റ്റഡ് ചിൽഡ്രനായ അന്തിക്കാട് ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അബന ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ കേബിൾ കമ്മ്യൂണിക്കേഷന്റെ തെരഞ്ഞെടുപ്പിനായിട്ടാണ്, വിജയികളുടെ സമ്മാന നറുക്കെടുപ്പിനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം. പിന്നെ ഞാനിത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയുന്നു. സജീവൻ അന്തിക്കാട്, സിന്ധു M, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. വാളമുക്ക് സ്വദേശി പ്രഭാകരൻ തലപ്പള്ളി, അന്തിക്കാട് സ്വദേശികളായ തമ്പി താണ്ടിയേക്കൽ, കരുവത്ത് ബേബി പ്രദീപ്, ബെമ്പർ സമ്മാനാർഹയായ പണിക്കശ്ശേരി ശ്യാമള സോമൻ എന്നിവരാണ് സെപ്റ്റംബർ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണം എന്ന് ചാനൽ ചർച്ചയിൽ പരസ്യമായി പറഞ്ഞ BJP നേതാവിനെതിരെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാതെ സംരക്ഷണം നൽകുന്നതിൽ പ്രതിഷേധിച്ച് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗം KPCC അംഗം CI സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി KK ബാബു മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ PK രാജൻ, VG അശോകൻ, KB ജയറാം, മണ്ഡലം പ്രസിഡന്റുമാരായ MB സെയ്ദ് മുഹമ്മദ്, MB അരുൺ, ജെൻസൺ ജെയിംസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബു കാട്ടിൽ, സെക്രട്ടറി ഫൈസൽ വെങ്കടങ്ങ്, റോബിൻ വടക്കേത്തല എന്നിവർ സംസാരിച്ചു. ഗണേശമംഗലം മഞ്ഞിപ്പറമ്പിൽ മേപ്രങ്ങാട്ട് ഭഗവതി വിഷ്ണുമായ കരിങ്കുട്ടി ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് സർപ്പബലി, പൂജവെപ്പ്, ദീപാരാധന, പ്രസാദ വിതരണം എന്നിവ നടന്നു. പാതിരാക്കുന്ന് മന സദാനന്ദൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സർപ്പബലി നടന്നത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി രത്നകുമാർ നാട്ടിക മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് മനോഹരൻ MC, സെക്രട്ടറി ഹരിദാസ് MP, ട്രഷറർ ഹരിലാൽ MP, രക്ഷാധികാരി MR സഹദേവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അതേ അധികാരത്തിൽ അല്ലെങ്കിൽ അതേ ഭാവത്തിൽ വേണം നമ്മളും ഇരിക്കാൻ. അപ്പോഴേ അതിൻ്റെ പൂർണ്ണമായ ആ അനുഗ്രഹം നമുക്ക് ലഭ്യമാവും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധാവണം എന്നാണ് പറയണത്. ഈ ശരീരം ശുദ്ധാക്കിയിട്ടാകും ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടാവുക. മനസ്സ് ശുദ്ധാവണത് എങ്ങനെയാണ്? നമ്മളെ ഏത് ദേവന്റെ പൂജ അല്ലെങ്കിൽ ഏത് ദേവിയുടെ പൂജയാണോ ആ ദേവിയുടെ മന്ത്രം മാത്രം ഉരുക്കഴിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ പൂജയായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയും. അതല്ലാണ്ട് ആ തൊഴുതോളൂ എന്ന് പറയുന്ന സമയത്ത് മാത്രം തൊഴ എന്നുള്ളതല്ല നമ്മുടെ മുഖ്യം. വർത്തമാനം നമ്മളൊന്ന് കുറച്ച് പൂജയിൽ ആ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്തവ്യം. ഏതായാലും വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ മഠത്തിൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,78,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് BR ജിത്ത് അധ്യക്ഷനായി. വാർഡ് മെമ്പർ BK മണിലാൽ, കവിത, അഖിൽ, റോഡ് നിവാസികൾ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും
അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നവരോട് പ്രത്യേകം നിങ്ങളോട് എല്ലാവരോടും നന്ദിയുണ്ട്. അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇപ്രാവശ്യം നമ്മൾ 21 റോഡാണ് പൂർത്തീകരിക്കുന്നത്. വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി തീരാനായിട്ട് ഏകദേശം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 21ഓളം റോഡുകൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. അതും ആസ്തിയിൽ പുതുതായി കയറ്റിയ റോഡുകൾ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. ഭരണസമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ചൊവ്വാഴ്ച ഫുട്ബോൾ മത്സരങ്ങൾ നടന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ കലാപരിപാടികൾക്ക് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് മാത്തുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ ചെറുകര, CB സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിസ്മയ നൃത്തവിദ്യാലയം തൃത്തല്ലൂർ അവതരിപ്പിച്ച നൃത്തസന്ധ്യയും അരങ്ങേറി. വാടനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ ദേവസ്വം ചെയർമാൻ പള്ളിയന മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ വിശ്വനാഥൻ പുലാക്കഴി, സംഘാടക സമിതി ഭാരവാഹികളായ വടക്കേ വീട്ടിൽ മുരളീധരൻ, ഷിനോദ് കുട്ടൻപാറൻ, മോഹൻദാസ് ഇത്തിക്കാട്ട്, സുധീഷ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് 6:30 മുതൽ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാടനപ്പള്ളി CH സ്മാരക ഓർഫനേജ് അസോസിയേഷൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KK ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PM ഖാലിദ് അധ്യക്ഷത വഹിച്ചു. ഹിഫ്ൾ കോളേജ് വിദ്യാർത്ഥി മുഹമ്മദ് റബാഖ് ബിറാത്ത് നടത്തി. TS സജീവൻ, KAM സംസ്ഥാന പ്രസിഡന്റ് A ജാഫർ, ഉസ്താദ് KT മുസ്തഫ, സെക്രട്ടറി PM ജമാൽ എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകർക്ക് ക്ഷേമ പെൻഷനും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് അന്തിക്കാട് പ്രസ് ക്ലബിന്റെ 24ാമത് വാർഷിക ജനറൽ ബോഡി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് PM ഹുസൈൻ അധ്യക്ഷനായി. സെക്രട്ടറി സജീവൻ കാരമുക്ക് റിപ്പോർട്ടും ട്രഷറർ BS സുനിൽ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. KO ജോസ്, BS ഷാജു, വിജോ ജോർജ്, AJ വിൽസൺ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി KS ശശിധരൻ പ്രസിഡന്റ്, അബ്ബാസ് വീരാവുണ്ണി സെക്രട്ടറി, ഹുസൈൻ ട്രഷറർ, വൈസ് പ്രസിഡന്റ് സുബ്രൻ അന്തിക്കാട്, ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ കുറുപ്പത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. തന്റെ കർത്തവ്യങ്ങൾ ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെയ്യുന്ന സുരക്ഷാ ജീവനക്കാരനെ JCI തൃപ്പയാറിന്റെ സല്യൂട്ട് ദി സൈലന്റ് സ്റ്റാർ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു. തൃപ്പയാറിലെ പ്രമുഖ സ്വർണ്ണ വ്യാപാര സ്ഥാപനമായ TPR ഗോൾഡിന് എന്നും സുരക്ഷ ഒരുക്കുകയും സ്ഥാപനത്തിൽ വരുന്നവരോട് വളരെ മാന്യമായും നിറഞ്ഞ പുഞ്ചിരിയോടെയും സ്വീകരിക്കുന്ന TPR ഗോൾഡിലെ സെക്യൂരിറ്റി ഗാർഡായ
TB ഷാജിയെയാണ് ആദരിച്ചത്. JCI തൃപ്പയാർ പ്രസിഡന്റ് കൃഷ്ണ TS, സെക്രട്ടറി അഭിഷേക് പ്രദീപ്, സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ, ഓണററി അംഗം ഷൈൻ സുരേന്ദ്രൻ, ജിബി ഷൈൻ, ധന്യ ഷൈൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഡയറക്ടർ രാജി സൂരജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സമൂഹത്തിൽ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തികളെ കണ്ടെത്തി ആദരിക്കുക എന്ന ഈ ഉദ്യമം ഏറ്റവും മികച്ച ഒരു മാതൃകയാണെന്നും അതിനായി തങ്ങളുടെ TPR ഗോൾഡ് സ്ഥാപനത്തിലെ അംഗത്തെ തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും TPR ഗോൾഡ് ഉടമ ഷൈൻ സുരേന്ദ്രൻ അറിയിച്ചു. TPRനെ സംബന്ധിച്ചും ഒരു അഭിമാനം തന്നെയാണ്. അത് എന്തായാലും JCIയുടെ ഭാഗത്ത് ഇങ്ങനൊരു അവാർഡ് തെരഞ്ഞെടുത്ത എല്ലാവർക്കും നന്ദി. അന്തിക്കാട് ശ്രീ കാർത്തികേയനി ദേവി ക്ഷേത്രത്തിൽ 3-ാം ദിവസമായ തിങ്കളാഴ്ച നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടിയുടെ ഉദ്ഘാടനം ക്ഷേത്രസമിതി പ്രസിഡന്റ് K. രഘുനാഥ് നിർവഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഗോകുൽ കരിപ്പിള്ളി, സെക്രട്ടറി KS സുയിൻ, വൈസ് പ്രസിഡന്റ് C. സുധാകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാഞ്ഞാണി ശിവപ്രിയ നാട്യകലാ സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. പുത്രിക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധ്യ അഡ്വക്കേറ്റ് KN സോമകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷനായി. ക്ഷേത്രം ട്രസ്റ്റി CP രമേശ് ചെങ്ങല്ലൂർ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭാവഗീത മ്യൂസിക്കൽസ് തൃത്തല്ലൂർ അവതരിപ്പിച്ച സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു. കമ്മിറ്റി അംഗങ്ങളായ സുബ്രൻ കാര്യട്ട്, VB പ്രമോദ്, MG പ്രദീപ്, TB ബാബു, TK മനോജ്, സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, ഇന്ദിര വിശ്വനാഥൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ 6-ാം ദിവസമായ ചൊവ്വാഴ്ച നിവേദ്യ ബൈജു, അനിമിത്ര ശ്രീജിത്ത് എന്നിവരുടെ കുച്ചുപ്പിടി, ഭൂമി ബിനോയ്, റിമാദാസ് എന്നിവരുടെ ഭരതനാട്യം, കലാമണ്ഡലം കീർത്തനയും ശിഷ്യരും ചേർന്ന് അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ, അന്തിക്കാട് സത്യ കലാക്ഷേത്രം, കിഴിപ്പള്ളിക്കര നാട്യമുദ്ര കലാക്ഷേത്രം, പാലക്കാട് നാട്യരത്ന കലാക്ഷേത്രം, വലപ്പാട് മുദ്ര കലാലയം എന്നിവരുടെ നൃത്താർച്ചന, തുടർന്ന് കൃഷ്ണകൃപ തിരുവാതിരക്കളി സംഘം, കുമരംകുളങ്ങര കൈകുട്ടിക്കളി സംഘം എന്നിവരുടെ കലാപരിപാടികൾ എന്നിവ നടന്നു. കലാമണ്ഡലം കീർത്തനയും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ കലാ ആസ്വാദകരുടെ പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു. വിജയദശമി ദിവസമായ ഒക്ടോബർ 2 രാവിലെ കാനാടിക്കാവ് മഠാധിപതി വിഷ്ണു ഭാരതീയ സ്വാമികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ
പ്രശാന്ത് നായർ IAS, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പുന്നപ്പുള്ളിമന എന്നിവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കും. തുടർന്ന് ഭാനുമതി ലക്ഷ്മി, ഡോക്ടർ സ്നേഹ കോഴിക്കോട് എന്നിവർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം, ലക്ഷ്മിപ്രിയ സലീം, നിരഞ്ജൻ, ശ്രീലക്ഷ്മി എന്നിവർ അവതരിപ്പിക്കുന്ന ഭരതനാട്യം, എടപ്പാൾ ശിവശക്തി നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ നൃത്തം, മനക്കുടിയിലെ സൗപർണിക, അക്ഷയശ്രീ, ദേവാംഗന എന്നിവർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി എന്നിവയോടെ കാനാടിക്കാവിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും. കുട്ടികളെ എഴുത്തിനിരുത്താൻ ആഗ്രഹിക്കുന്നവർ വിജയദശമി ദിവസം രാവിലെ 8 മണിക്ക് മുൻപായി ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ക്ഷേത്രം ഓഫീസിൽ നിന്ന് അറിയിച്ചു. വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാന വ്യാപകമായി SDPI നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. മണലൂർ മണ്ഡലം ട്രഷറർ ഫൈസൽ ആളൂർ, ജാഥ ക്യാപ്റ്റൻ SDPI പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ വലിയകത്തിന് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫസൽ നഗർ ബീച്ചിൽ നിന്ന് ആരംഭിച്ച യാത്ര പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ ജാഥാ സന്ദേശം നൽകി സംസാരിച്ചു. വൈകിട്ട് മോള് ബസാർ സെന്ററിൽ നടന്ന സമാപന സമ്മേളനം SDPI തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ നൌഫൽ വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PA സനോബർ, ജോയിന്റ് സെക്രട്ടറി PS ഷെഫീർ, ജാഥ വൈസ് ക്യാപ്റ്റൻ ഫൈസൽ പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട AP ജോസിന് KSSPU മതിലകം ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട AP ജോസിന് KSSPU മതിലകം ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. മതിലകം വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ, ജോയിന്റ് സെക്രട്ടറി N വിജയഗോപാൽ, ബ്ലോക്ക് ട്രഷറർ VK അശോകൻ, രക്ഷാധികാരി A പവിഴം, സാംസ്കാരിക സമിതി കൺവീനർ KB ബീന, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി TV കലാധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പെൻഷൻകാരാണ് നിലവിലുള്ളത് എന്നാണ് ഏറ്റവും അവസാനമായി ലഭിച്ച ജീവനക്കാര് 5,45,000 ഉള്ളൂ. ജീവനക്കാരെക്കാൾ 44,000 അധികം പേർ പെൻഷൻകാരായിട്ടുണ്ട്. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ല കബഡി ടീമിനെ തിരഞ്ഞെടുത്തു. കേരള സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി വലപ്പാട് ഉപജില്ലയിലെ കബഡി ടീമിനെ തിരഞ്ഞെടുപ്പ് നാട്ടിക SN കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. നാട്ടിക SN കോളേജ് പ്രിൻസിപ്പൽ അനിത ഉദ്ഘാടനം ചെയ്തു. ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി അധ്യക്ഷത വഹിച്ചു. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ, ആൺ പെൺകുട്ടികളുടെ കബഡി ടീമിനെയാണ് തെരഞ്ഞെടുത്തത്. സെലക്ടർ ബഷീർ, വികസന സമിതി ട്രഷറർ TB വിനോദ്, വികസന സമിതി ജോയിന്റ് കൺവീനർ സനീഷ്, ഉപജില്ലാ കായികമേള സെക്രട്ടറി ശാരിക സജീവ്, ബീന PV, അജിത്, ബാസ്റ്റ്യൻ വിൻസെന്റ്, ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. വിവിധ വിഭാഗങ്ങളിലേക്കുള്ള ഉപജില്ലാ ടീമിനെയും പ്രഖ്യാപിച്ചു. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കാരമുക്ക് ചാത്തംകുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ആഘോഷ പരിപാടികളിൽ തൃക്കൂർ കൈലാസ് മാരാർ അവതരിപ്പിച്ച സോപാന സംഗീതം, തൃപ്പയാർ ഉമേഷ് മാരാർ, ചോറ്റാനിക്കര ഗിരീഷ് മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ തിമില തായമ്പക എന്നിവ ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ക്ഷേത്ര മാനേജർ CM വിപിനകുമാർ, ക്ഷേത്രം ഭാരവാഹികളായ അനിൽകുമാർ, വസന്തകുമാർ, രഞ്ജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം നാട്ടിക ഏരിയ സമ്മേളനം സമാപിച്ചു. വാടനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ നടത്തിയ സമ്മേളനം കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MA ഹാരിസ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NV മോഹനൻ, സുലേഖ ജമാലു, ജില്ലാ പ്രസിഡന്റ് KV അഷ്റഫ് ഹാജി, CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BA ഷാജുദ്ദീൻ, കേരള പ്രവാസി സംഘം നാട്ടിക ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് TN ഉദയകുമാർ,
സെക്രട്ടറി TS ശ്രീരാജ്, ട്രഷറർ ഹമീദ് തടത്തിൽ, MV പ്രസാദ് എന്നിവർ സംസാരിച്ചു. ലോകം ഉണ്ടായ അന്നു മുതൽ പ്രവാസങ്ങളുണ്ട്. നബി അടക്കം പ്രവാസിയാണെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരും ഇവിടെ ഇന്ത്യ ഭരിക്കണമെന്ന് പ്രവാസി ഇന്ത്യ ഭരിച്ചത്. അപ്പൊ പ്രവാസ ലോകം ഉണ്ടായ അന്ന് മുതൽ. പക്ഷേ യുദ്ധം എന്ന് പറയുന്ന ഈ മഹാ ദുരന്തം അതുണ്ടായാണ് പ്രവാസികളെ ഏറ്റവും കൂടുതൽ. 1940 രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നടക്കം മിലിറ്ററിയിൽ ചേരാനായി എന്ന് പറഞ്ഞുകൊണ്ട് മദ്രാസിലേക്കും ബർമയിലേക്കും അതേപോലെ തന്നെ സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും സിലോണിലേക്കും ഒക്കെ കൂടിയിരുന്നു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാസലഹരിയുമായി വധശ്രമ കേസിലെ പ്രതിയും യുവതിയും തളിക്കുളത്ത് പിടിയിൽ. രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.